രാജ്യത്തെ പരമപ്രധാനമായ ഒരു അത്താഴ വിരുന്ന് കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കിയ ഒരു ഔദ്യോഗിക അത്താഴ വിരുന്ന് ഡൽഹിയിൽ നടക്കവേ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെയും തഴഞ്ഞു എന്നതാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിലാണ് പുടിന് അത്താഴ വിരുന്നൊരുക്കിയത്. എന്നാൽ ഈ വിരുന്നിൽ വെറും MP മാത്രമായ ശശി തരൂരിനെ ക്ഷണിക്കുകയും ചെയ്തത് ചർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയും രാജ്യ ഔചിത്യവും പ്രതിപക്ഷ ബഹുമാനവും ജനാധിപത്യ മര്യാദയുമില്ലാത്ത ഈ നടപടിയെ കോൺഗ്രസ് നിശിതമായി വിമർശിച്ചു രംഗത്ത് വന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രീയ മര്യാദ പാലിക്കാതെ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും തഴഞ്ഞ് ശശി തരൂരിനെ മാത്രം ക്ഷണിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു പവൻ ഖേര. ഇത്തരമൊരു ക്ഷണം നൽകിയവർ സ്വീകരിച്ചവരും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരാവണമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര അഭിപ്രായപ്പെട്ടു. പാർട്ടിയുടെ നേതാക്കളെ ക്ഷണിക്കാതെ ചിലരെ മാത്രം ക്ഷണിച്ചാൽ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണമെന്നും തരൂരിൻ്റെ പേര് പരാമർശിക്കാതെ പവൻ ഖേര വ്യക്തമാക്കിയിരുന്നു. ഇത് BJPയുടെ കുറുക്കൻ്റെ കൗശലമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം കുറച്ചു കാലമായി പ്രാപ്പിടിയന്മാർ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ ശശി തരൂരിനെ വട്ടമിട്ട് പറക്കുന്നത് നമ്മൾ കാണുന്നു. ചാഞ്ഞും ചെരിഞ്ഞും പിടികൊടുക്കാതെ തരൂരിൻ്റെ ഒളിച്ചുകളിയും നമ്മൾ കണ്ടതാണ്. ഒരു കോൺഗ്രസ് MPയെയും തരൂർ എന്ന വ്യക്തിയെയും BJP ചേരിയിലേക്ക് ആവാഹിച്ചാൽ അതൊരു വലിയ നേട്ടമായി രാഷ്ട്രീയ ഇന്ത്യയിൽ ഉയർത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഈ കോൺഗ്രസിനെ അടിക്കാൻ BJPക്ക് വടിയിട്ട് കൊടുത്തുകൊണ്ട് പലപ്പോഴും തരൂർ രംഗത്ത് വന്നിരുന്നു എങ്കിലും കോൺഗ്രസ് അതൊക്കെ സമചിത്തതയോടെ പലപ്പോഴും കൈകാര്യം ചെയ്യും. തരൂർക്കാരെ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. നമ്മുടെ മുന്നിലെ വിഷയം രാഷ്ട്രപതി പുടിന് ഏർപ്പെടുത്തിയ വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കളെ എന്തിന് തഴഞ്ഞു എന്നുള്ളതാണ്. മോദി സർക്കാരിൻ്റെ അരക്ഷിതാവസ്ഥ കാരണമാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വിരുന്ന് സംഘടിപ്പിച്ചത്. ഇതിനർത്ഥം മോദി രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും ഭയക്കുന്നു എന്നല്ലേ? എങ്ങനെ ഭയക്കാതെ ഇരിക്കും? കാരണം ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത് അത്രയും അതിഭീകരമായ അരക്ഷിതാവസ്ഥയാണ്. അദാനി അംബാനിമാർക്ക് ഇന്ത്യയെ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ മേൽ പണാധിപത്യം സ്ഥാപിക്കാൻ വീതിച്ചു നൽകുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് തുലച്ചു. വൻകിട സമ്പന്നരുടെ മാത്രം ഉയർച്ചയ്ക്കാണ് മോദി രാജ്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നും പ്രതിപക്ഷം പറയുമ്പോൾ മോദി നീട്ടിയും കുറുക്കിയും വാചക കസർത്ത് നടത്തി പരിഹസിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്ത് നടന്ന വോട്ട് കൊള്ളയുടെ ഓരോരോ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുമ്പോഴും രാജ്യത്തെ ജനകോടികൾ ചരിത്രത്തിലില്ലാത്ത വിധം ചതിയിൽപ്പെടുന്ന അരക്ഷിതമായ ഒരവസ്ഥയിൽ സ്തബ്ധരാകുകയാണ്. രാജ്യത്തിൻ്റെ ആണിക്കല്ലായ ഒരു സംവിധാനം ഗാന്ധിജി അടക്കമുള്ളവർ ഇന്ത്യയെ പടുത്തുയർത്താൻ സമരോത്സുകമായ സഹന സമരങ്ങളിലൂടെ ദീർഘവീക്ഷികളായ ദേശസ്നേഹികളായ പൂർവ്വസൂരികളുടെ ജീവത്യാഗത്തിലൂടെ രാജ്യത്തെ പടുത്തുയർത്തിയതാണ്. പക്ഷേ മോദി ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന നരഭോജിയായി മാറുന്ന കാഴ്ചയാണ്. ഭരണത്തിൽ തുടരാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത രാക്ഷസീയ ചിന്ത. അങ്ങനെ ഭരണത്തിലിരുന്നു കൊണ്ട് മോദി ഇന്ത്യയെ ആകെ വിഴുങ്ങി വിരാജിക്കുമ്പോഴാണ് ഇടുത്തിയായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മഹാമേരുവായി ഉയർന്നു വരുന്നത്. മോദിക്ക് അതത്ര ദഹിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ അത് മോദിയെ പൊള്ളിക്കുന്നതായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ മോദി നടത്തിയ നീക്കങ്ങൾ ഏറ്റവും നീചവുമായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ വളരെ ശക്തമായി തന്നെ മോദിയുടെ നടപടികളിൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടന്നു. രാജ്യം ഇന്ന് നേരിടുന്ന വിവിധ വിഷയങ്ങൾ ഏറ്റവും ശക്തമായി തന്നെ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിൽ ആഞ്ഞടിച്ചത്. ഇങ്ങനെ പ്രതിപക്ഷം മോദിയുടെ ചെയ്തികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അതിശക്തമായി രംഗത്ത് വരുമ്പോൾ അത് മോദിക്ക് തിരിച്ചടി തന്നെയാണ്. ഇതാദ്യമല്ല രാഹുൽ ഗാന്ധിയെ പേടിച്ച് മോദി പ്രതിപക്ഷ നേതാവിനെ തഴയുന്നത്. പല തവണ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ട് തെറ്റിച്ചുകൊണ്ട് ഔദ്യോഗികമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട മീറ്റിങ്ങിൽ നിന്നും രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്.
മുൻപ് സുപ്രീം കോടതി ജഡ്ജിയെ തിരഞ്ഞെടുക്കുന്ന പ്രധാന മീറ്റിംഗിൽ മോദി രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായിരുന്നു. ഇങ്ങനെ ഏറ്റവും ഹീനമായ ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെയുള്ള മോദിയുടെ ഭരണം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കൾ ഈ അത്താഴ വിരുന്നിൽ പങ്കെടുത്താൽ അത് തനിക്ക് ഭീഷണി വീണ്ടും കൂട്ടുമെന്നത് തിരിച്ചറിഞ്ഞ മോദിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയൂ. ഏതായാലും ഈ നടപടിയിലൂടെ മോദിയുടെ പ്രഭാവം വീണ്ടും രാജ്യത്ത് ഇടിയുകയാണ്. മോദി തന്നെ വെട്ടുന്ന കുഴിയിൽ വീണ് സ്വയം ചെറുതായി നാണം കെടുന്ന ശോചനീയ അവസ്ഥ രാജ്യത്തിൻ്റെ ഗതികേടാണ് ഉയർത്തിക്കാട്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഷൂ തുടച്ച് മിണ്ടാവ്രതം പോകുന്ന മോദി റഷ്യയുടെ ഭാഗത്തേക്ക് ചേക്കേറുമ്പോൾ അത് ട്രംപിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടും വളഞ്ഞ നട്ടെല്ല് നിവരാത്തത് കൊണ്ടുമാണ് എന്ന് ജനത്തിന് അറിയാം. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മ നമ്മളെ കോരിത്തരിപ്പിക്കുന്നത്. 7ാം കപ്പൽപ്പട കടലിൽ നങ്കൂരമിട്ട ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചപ്പോൾ ഇന്ദിരാഗാന്ധി തൻ്റെ ഇടത്തോടെ അമേരിക്കയോട് പറഞ്ഞ വാക്കുകൾ മോദിയുടെ നാണം കെട്ട തീരുമാനത്തിനുള്ള മറുപടിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ഗട്സ് അതൊന്നും മോദിയുടെ 7 അയൽപ്പക്കത്ത് പോലും ഇല്ല. ഇന്ദിരാഗാന്ധി അന്ന് റഷ്യയുമായി വളർത്തിയ സൗഹൃദത്തിൻ്റെ ചുവടാണ് മോദി ഇന്ന് അവകാശവാദമുയർത്തി പിടിക്കുന്നത്. പക്ഷേ ചരിത്രം മായ്ച്ചു കളയുന്ന മോദി ചരിത്ര വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കണം, എങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചറിയും. പക്ഷേ എന്ത് കാര്യം? കൊടും പാതകങ്ങൾ അനസ്യൂതൻ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ രാജ്യത്തിൻ്റെ രക്തക്കൊതിയുടെ ദ്രംഷ്ടകളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. മോദി എങ്ങനെ കിണഞ്ഞ് പണിപ്പെട്ടാലും ജനാധിപത്യം മുട്ടുമടക്കില്ല എന്നത് ഓർക്കുന്നത് നല്ലത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.